ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമുക്കിനി ചാപ്റ്റർ 4ലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ തേർഡ് ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ കഴിഞ്ഞു. ഇനി നമുക്കടുത്തത് ചാപ്റ്റർ 4, ദാറ്റ് ഈസ് മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഇൻഹെറിറ്റൻസിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസും അതിൽ ഇൻഹെറിറ്റൻസിൽ വരുന്ന വേരിയേഷൻസും ഡിസോർഡേഴ്സും ഒക്കെ കുറേ പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ ജനറ്റിക് ലെവലിലാണ് പഠിക്കേണ്ടത്. ദാറ്റ് ഈസ് ജീൻ ലെവലിൽ എങ്ങനെയാണ് ഇൻഹെറിറ്റൻസ്, വാട്ട് ഈസ് ഇൻഹെറിറ്റൻസ് ഓൺ ദ ബേസിസ് ഓഫ് ജീൻ ലെവൽ, DNA ലെവൽ, നൈട്രജൻ ബേസിസ് ലെവൽ. അപ്പോൾ അത്രയും മൈന്യൂട്ട് ഏറ്റവും ബേസ് ലെവലിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിൽ വൺ ടോപ്പിക് എന്ന് പറയുന്നത് DNA സ്ട്രക്ചറാണ്. സോ അതിൽ നമുക്ക് പഠിക്കേണ്ടത് സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദാറ്റ് സ്ട്രക്ചർ, സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA. ഇപ്പോൾ DNA സ്ട്രക്ചർ എന്താ ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഇറ്റ് ഹാസ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ. ഹെലിക്കൽ എന്ന് പറഞ്ഞാൽ സ്പ്രിങ് ലൈക്ക്. അപ്പോൾ രണ്ട് സ്ട്രാൻഡ്സ് ഉള്ള സ്പ്രിങ് ലൈക്ക് സ്ട്രക്ചറാണ് DNAക്കുള്ളത്. ദാറ്റ് ഈസ് double helical or helix structure. DNA is made up of two polynucleotide chains whose backbone is formed of sugar phosphate from which the nitrogen bases project inside. ഇപ്പോൾ DNA സ്ട്രക്ചർ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് സ്ട്രാൻഡ് ഉണ്ട് പറഞ്ഞു അല്ലേ. നമ്മൾ ഈ ചില വേലപ്പറമ്പിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ചില ടോയ് ഷോപ്പിലൊക്കെ പോകുമ്പോൾ DNA പാറ്റേണിലുള്ളൊരു ടോയ് നമുക്ക് കാണാം, നമുക്ക് വീട്ടിൻ്റെ മുന്നിലൊക്കെ തൂക്കി വയ്ക്കാൻ പാകത്തിന്. അപ്പോൾ അതൊന്ന് ആലോചിച്ചാൽ തന്നെ അറിയും എങ്ങനെയാണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ എന്നുള്ളത്. അപ്പോൾ രണ്ട് സ്ട്രാൻഡ് ഉണ്ടെന്ന് പറഞ്ഞത് രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസാണ്. രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ് ഉണ്ട്. ഇതിൻ്റെ ബാക്ക് ബോൺ, ആ ഓരോ ചെയിനും ഫോം ചെയ്യുന്നത്, ഓരോ ചെയിനും കണക്ട് ചെയ്യുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട് വെച്ചിട്ടാണ്. ആൻഡ് ഓരോ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടിൽ നിന്ന് നൈട്രജൻ ബേസസ് രണ്ട് ചെയിൻസിൽ നിന്നും ഇൻവേർഡ്സിലേക്ക് അകത്തേക്ക് നൈട്രജൻ ബേസസ് പ്രൊജക്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഒരു ലാഡർ ലൈക്ക് പാറ്റേൺ ആണ്, ഒരു ട്വിസ്റ്റഡ് ലാഡർ ലൈക്ക് പാറ്റേൺ, ഒരു കോണി പോലെ. ആ കോണിയിലെ സ്റ്റെപ്സാണ് നൈട്രജൻ ബേസസ്. അതിൻ്റെ ജോയിൻ്റ് എവിടെയാണ് ചോദിച്ചാൽ ആ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ട്. ആ കോണിയുടെ രണ്ട് പിടി അല്ലെങ്കിൽ രണ്ട് സൈഡ് എന്ന് പറയുന്നത് രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസ്. അപ്പോൾ ഇതിനൊരു DNA ടിപ്പിക്കൽ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ദ ബേസസ് ഇൻ ദ ടു സ്ട്രാൻഡ്സ് ആർ ഹെൽഡ് ടുഗദർ ബൈ ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പം ഞാൻ പറഞ്ഞു രണ്ട് ചെയിൻസിൽ നിന്നും ഇൻവേർഡ്സിലേക്ക്, ദാറ്റ് ഈസ് രണ്ട് ചെയിൻസിൻ്റെയും അകത്തേക്ക് രണ്ട് ലൈൻ്റെ, നമ്മൾ രണ്ട് പാരലൽ ലൈൻസ് വരച്ചാൽ അകത്തൊരു സ്പേസ് കാണും അല്ലേ. അപ്പോൾ ആ സ്പേസിലേക്ക് നൈട്രജൻ ബേസസ് അകത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ നൈട്രജൻ ബേസസ് തമ്മിൽ കണക്റ്റഡ് ആണ് ബൈ ഹൈഡ്രജൻ ബോണ്ട്സ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ട്സ് വഴി രണ്ട് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻസിൻ്റെയും നൈട്രജൻ ബേസസ് കണക്റ്റഡ് ആകുമ്പോൾ ദേ ആർ കോൾഡ് നൈട്രജൻ ബേസ് പെയർസ്. ബേസ് പെയർസ്, BP എന്ന് ഷോർട്ട് ഫോം പറയും, ബേസ് പെയർസ്. സോ ഹൗ ആർ ദ നൈട്രജൻ ബേസ് പെയർസ് ഫോംഡ് ആൻഡ് വിച്ച് ആർ ദേ? അപ്പോൾ രണ്ട് തരത്തിലുള്ള ബേസ് പെയർസ് ആണുള്ളത്. രണ്ട് തരത്തിലുള്ള ബേസ് പെയർസ് ആണുള്ളത്. അതിൽ ഒന്ന് പ്യൂറിൻസും പിന്നൊന്ന് പിറമിഡീൻസാണ്. പ്യൂറിൻസ്, പിറമിഡീൻസ്. ചില രീതിയിൽ പ്രൊനൗൺസിയേഷൻ മാറാം, പ്യൂറൈൻസ്, പിറമിഡൈൻസ് എന്ന് പറയുന്നവരുണ്ട്. ആൻഡ് ബോണ്ടിങ്ങിലും വ്യത്യാസമുണ്ട്. ഇപ്പോൾ അഡിനിൻ തൈമീൻ തമ്മിൽ ഡബിൾ ബോണ്ട്, ഡബിൾ ഹൈഡ്രജൻ ബോണ്ട്. ആൻഡ് ഗ്വാനിൻ സൈറ്റോസിൻ തമ്മിൽ 3 ഹൈഡ്രജൻ ബോണ്ടാണ് ഉള്ളത്. അപ്പോൾ നമ്മളിത് ATGC എന്ന് പറഞ്ഞു പഠിക്കണം. ATGC, AT ഡബിൾ ബോണ്ട്, GC ട്രിപ്പിൾ ബോണ്ട്. ആൻഡ് എയും ജിയും, അഡിനിനും ഗ്വാനിനും പ്യൂറിൻസാണ്. ടിയും സിയും, തൈമിനും സൈറ്റോസിനും പിറമിഡീൻസാണ്. അപ്പോൾ ആ രീതിയിലാണ്
ഓർത്ത് വെക്കേണ്ടത്. ദ ടു സ്ട്രാൻഡ്സ് ആർ ആൻറ്റി പാരലൽ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോണിയുടെ 2 ലൈൻ എന്ന് ആലോചിക്കാൻ പറഞ്ഞു. പിന്നീട് ഞാൻ പറഞ്ഞു ഒരു ട്വിസ്റ്റഡ് ലാഡർ. അതായത് ചില വീടുകളൊക്കെ കാണാം കോണി ഇങ്ങനെ വളഞ്ഞിട്ടൊക്കെ ഇങ്ങനെ പോകാം. ചില ബിൽഡിങ്സിലൊക്കെ കോണി ഇങ്ങനെ സ്നേക്ക് ലൈക്ക് പാറ്റേൺ. അപ്പോൾ അതാണ് ആൻറ്റി പാരലൽ. അപ്പോൾ കറക്റ്റ് ഒരു റൂളർ, ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ആൻറ്റി പാരലലാണ്. ഉദ്ദേശിക്കുന്നത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് രണ്ടിനെയും 2ആണ്. നമ്മൾ പറയാറുള്ളത് ഒരു ലൈൻ പോലെ കാണുന്നില്ലേ, അത് പ്രൈം എന്നാണ് പറയുക. അതായത് ഒരു സ്ട്രാൻഡ് തുടങ്ങുന്നത് 5' to 3' പൊളാരിറ്റി ആണെങ്കിൽ ഡയറക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സ്ട്രാൻഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കോണിയിലാണെങ്കിൽ രണ്ടിൻ്റെയും സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്നായിരിക്കും. പക്ഷേ ഒരു DNA കാര്യത്തിൽ 2 സ്ട്രാൻഡും 2 സ്റ്റാർട്ടിംഗ് എൻഡ്സാണ്, 2 പൊളാരിറ്റീസാണ്, 2 ഡയറക്ഷൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെയിനിൽ 5' 3' പൊളാരിറ്റി ആണെങ്കിൽ അതിൻ്റെ തൊട്ട് കോംപ്ലിമെൻ്ററി ഓപ്പോസിറ്റ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഓപ്പോസിറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ബട്ട് അതിനെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പാടില്ല, കോംപ്ലിമെൻ്ററി എന്നാണ് പറയേണ്ടത്. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് കിടക്കുന്ന കോംപ്ലിമെൻ്ററി സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് 3' 5' പൊളാരിറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ ഈ പൊളാരിറ്റീസ്. കാരണം ഇത് ബേസ് ചെയ്തിട്ട് പിന്നീട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനെയാണ് ആൻറ്റി പാരലൽ എന്ന് പറയുന്നത്, പൊളാരിറ്റീസ്. ഇപ്പം നമ്മൾ മാത്തമാറ്റിക്സ് എന്ന വ്യൂ പോയിൻറ്റിലല്ല നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ പൊളാരിറ്റി മാത്തമാറ്റിക്സിൽ ഇപ്പോൾ 2 ലൈൻസും പാരലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ പാരലൽ എന്ന് പറയും. ആൻറ്റി പാരലൽ എന്ന് പറയുമ്പോൾ ഒരു ലൈൻ വേറെ ഏതെങ്കിലും ആംഗിളിലായിരിക്കും, മറ്റേ ലൈൻ വേറെ ഏതെങ്കിലും ആംഗിളായിരിക്കും. പക്ഷെ ഇവിടെ ആൻറ്റി പാരലലിന് ഉദ്ദേശിക്കുന്നത് പൊളാരിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഒരു സ്ട്രാൻഡ് 5' to 3' പൊളാരിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ സ്ട്രാൻഡ് 3' to 5' പൊളാരിറ്റിയിലാണ് റൺ ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്. അതിലൊരു പോയിൻ്റ് ആഡപ്പ് ചെയ്യാനുള്ളത് 2 സ്ട്രാൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഞാൻ പറഞ്ഞു 2 സ്ട്രാൻഡിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് യൂണിഫോം ആണ്. അതായത് ചിലവിടെ വീതി കുറവും ചിലവിടെ വീതി കൂടുതൽ, അങ്ങനെയില്ല. ഇപ്പോൾ 2 സ്ട്രാൻഡ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് യൂണിഫോം ആണ്, സ്പേസിങ് ഈക്വൽ ആണ്. ദ 2 ചെയിൻസ് ആർ കോയിൽഡ് ഹെലിക്കലി. അത് നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിംഗ് ലൈക്ക് കോയിൽ ചെയ്തിട്ടുണ്ട്, സ്നേക്ക് ലൈക്ക് പാറ്റേൺ, ഹെലിക്കൽ പാറ്റേൺ ഇൻ എ റൈറ്റ് ഹാൻഡഡ് ഫാഷൻ. ഇത് പ്രത്യേകം പറയാൻ കാരണം ചിലത് റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുക, ചിലത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കാണ് ട്വിസ്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെ A പാറ്റേൺ, B പാറ്റേൺ, Z പാറ്റേൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈറ്റ് ഹാൻഡഡ് ഫാഷനിലാണ് നമ്മുടെ DNA ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്. That is, the 2 chains are coiled helically in a right-handed fashion into a spiral, resembling a rope ladder with rigid steps. അപ്പോൾ റോപ്പ് ലാഡർ, അതായത് കയർ കൊണ്ടുണ്ടാക്കിയ ലാഡർ, അതിൽ സ്റ്റെപ്പ്, ഇപ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ സ്റ്റെപ്പ്, അതിനെ ഊഹിച്ചാൽ എങ്ങനെയുണ്ടാവും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ദ പിച്ച് ഓഫ് ദ ഹെലിക്സ് ഇസ് 3.4 നാനോമീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻⁹ മീറ്ററാണ്. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ. അപ്പോൾ ഇവിടെ പിച്ച് എന്ന് പറയുന്നത് ഹൈറ്റാണ്. അതായത് ഒരു ടേണും രണ്ടാമത്തെ ടേണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഒരു ടേൺ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ടേണിലേക്ക്, അത് ഞാൻ പറഞ്ഞു ട്വിസ്റ്റഡ് പാറ്റേൺ ആണ്, കോയിൽഡ് പാറ്റേൺ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഒരു ടേൺ കഴിഞ്ഞ് അടുത്ത ടേൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ്, 2 ടേൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ DNA സ്ട്രക്ചർ കണ്ടാൽ അറിയാം, 2 ടേൺസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് പിച്ച്. ആൻഡ് ദാറ്റ് ഈസ് 3.4 നാനോമീറ്റർ. അപ്പോൾ ഓരോ ടേണിലും, ഒരു സ്പൈറലിൽ ഓരോ ടേണിലും 10 ബേസ് പെയറാണുള്ളത്. ഓരോ ടേണിലും 10 ബേസ് പെയർസ് ഉണ്ട്. അതിൽ 2 ബേസ് പെയർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 0.34 നാനോമീറ്റർ. ഓരോ ടേണിൽ 10 ബേസ് പെയർ ഉണ്ട്. 2 ബേസ് പെയർസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ബേസ് പെയർസ് ഇസ്
0.34 nanometer. The plane of one base pair stacks over the other in the double helix, in addition to hydrogen bonds, providing stability to the double helix. അപ്പോൾ ഒരു ഡബിൾ ഹെലിക്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലാഡർ ലൈക്ക് പാറ്റേൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഡബിൾ ഹെലിക്സിൽ മേലേക്ക് അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് പോയിരിക്കുകയാണ് ബേസ് പേസിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ബേസ് പേസ് രണ്ട് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി സ്റ്റാൻസ് ബേസ് പേസ് തമ്മിൽ എങ്ങനെയാണ് ഫോം ചെയ്തത്? നൈട്രജൻ ബേസസ് തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ ഹൈഡ്രജൻ ബോണ്ട്സ് ആണ് ഈ ഡബിൾ ഹെലിക്സിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ഒരു സ്റ്റേബിൾ സ്ട്രക്ചർ ഫോം ചെയ്യുന്നത് ഈ ഹൈഡ്രജൻ ബോണ്ട്സ് കൊണ്ടാണ്. The length of the DNA in humans is 2.2 meters and in equally it is 1.36 millimeter. അപ്പം ഇതൊന്നും ചോദിക്കാറൊന്നുമില്ല. നമ്മുടെ DNA ഇതാണ് ഞാൻ പറഞ്ഞ ചില വേല സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ ഒരു പാറ്റേൺ ചില വീടുകളുടെയൊക്കെ മുന്നിൽ കാണാറുണ്ട്. ഇതാണ് നമ്മുടെ സുന്ദരമായ DNA കണ്ടു. അപ്പോൾ റൈറ്റ് ഹാൻഡഡ് ഫാഷനിലേക്കുള്ള ടേൺ ബേസ് പേസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് ടേൺസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് അതാണ് പിച്ച്. കാരണം ബാക്ക് ബോൺ ഫോം ചെയ്തിരിക്കുക ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ കണ്ടോ. മുകളിൽ കണ്ട് എഡനീൻ തൈമീൻ ഡബിൾ ബോണ്ട്, ഗ്വാനിൻ സൈറ്റോസിൻ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ നോക്കുക, നമ്മൾ ഈ പാറ്റേൺ അറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കണ്ടോ. പൊളാരിറ്റി ശ്രദ്ധിക്കുക. ദറ്റ് ഈസ് ഒന്നാമത്തെ ചെയിൻ, ദ ഫസ്റ്റ് പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ്റെ പൊളാരിറ്റി നോക്കുക 5' to 3'. കണ്ടോ. രണ്ടാമത്തെ ചെയിനിൻ്റെ പൊളാരിറ്റി 3' to 5'. ഇതാണ് ആൻറ്റി പാരലൽ എന്ന് പറയുന്നത്. അപ്പോൾ സൈഡിൽ ഒരു റെക്റ്റാങ്കിൾ പാറ്റേൺ, ഒരു റെക്റ്റാങ്കിൾ വരച്ചിരിക്കുന്നതുണ്ട്. ആ ഏരിയയിൽ എന്താണ് കാണുന്നത് അതിനെയാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ഇത് എക്സാമിന് കുറേ തവണ ചോദിച്ചിട്ടുള്ള ഡയഗ്രാമാണിത്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ട് നിങ്ങളെ കൊണ്ട് ഫില്ലപ്പ് ചെയ്യാൻ പറയും. അവിടെ ഇവിടെയും വിട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓരോ ബോക്സും ഫില്ലപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ആ പെൻറ്റഗൺ ഷേപ്പ് അതൊരു ഷുഗറാണ്. പെൻറ്റോസ് ഷുഗറാണ്. ഡിയോക്സി റൈബോസ് ഷുഗർ. അപ്പോൾ അതിൽ എസ് എന്ന് മാർക്ക് ചെയ്യണം. അതേമാതിരി AT ഡബിൾ ബോണ്ട് കാണുന്നവിടെയൊക്കെ AT എന്നാണ് എഴുതേണ്ടത്. ട്രിപ്പിൾ ബോണ്ട് കാണുന്നവിടെ GC എന്ന് എഴുതണം. അതേമാതിരി P എന്ന് പറയുന്നത് അത് ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടാണ്. ഷുഗറും P എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഈ ഷുഗർ ഫോസ്ഫേറ്റ് ബോണ്ടാണ് ന്യൂക്ലിയോടൈഡ് ചെയിനിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു. അപ്പോൾ ചെറിയ റൗണ്ട് കാണുമ്പോൾ ഫോസ്ഫറസ് എന്ന് എഴുതണം. അതേമാതിരി പൊളാരിറ്റി അതും ശ്രദ്ധിക്കണം. ആ പെൻറ്റോസ് ഷുഗർ എന്ന് ശരിക്കും നോർമലായിട്ട് നമുക്ക് കാണുമ്പോൾ മുകളിൽ 5' താഴെ 3' എന്ന് എഴുതണം. ആ പെൻറ്റോസ് ഷുഗർ തലകടായിട്ടുള്ള സ്ട്രക്ചർ കാണുമ്പോൾ മുകളിൽ പൊളാരിറ്റി 3'ഉം താഴെ പൊളാരിറ്റി 5'ഉം ആണ്. അപ്പോൾ ഈ ഒരു ഡയഗ്രാം ഓർത്ത് വയ്ക്കണം, ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതന്നെ ഒരു DNA മോളിക്യൂളിൻ്റെ ഒരു സെഗ്മെൻറ്റ്, ഒരു തൊണ്ട്, ഒരു പാർട്ട് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഡയഗ്രാമാണിത്. ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തതാണ് സെൻട്രൽ ഡോഗ്മ. സെൻട്രൽ ഡോഗ്മ എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ എളുപ്പത്തിലൊന്ന് എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ. DNA to RNA to പ്രോട്ടീൻ. ഇതാണ് സംഭവം. DNA ചുറ്റും ഒരു റൗണ്ട് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് DNA തന്നെ പ്രൊഡ്യൂസ് ചെയ്യണം, റെപ്ലിക്കേഷൻ. ഇപ്പോൾ DNA to RNA എന്ന് ചെയ്യുന്ന പ്രോസസ് ദാറ്റ് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിപ്ഷൻ മീൻസ് ദ ഫോർമേഷൻ ഓഫ് RNA ഫ്രം DNA. RNA to പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷനാണ്. ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് പ്രോട്ടീൻ ഫ്രം RNA. ട്രാൻസ്ലേഷൻ. അപ്പോൾ ഫസ്റ്റ് ആരോൻ്റെ മുകളിൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് എഴുതണം. സെക്കൻഡ് ആരോൻ്റെ മുകളിൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ് എഴുതണം. ആ DNA ചുറ്റുമുള്ള ഒരു ആരോ അതിൻ്റെ പുറത്ത് റെപ്ലിക്കേഷൻ എന്ന് എഴുതണം. സോ 3 പ്രോസസ്സാണ് ഇവിടെ കാണിക്കുന്നത് സെൻട്രൽ ഡോഗ്മ. അപ്പോൾ സെൻട്രൽ ഡോഗ്മ എന്ന് പറയുന്നത് DNA to RNA to പ്രോട്ടീൻ,
ദാറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ. ഇപ്പോൾ ജനറ്റിക് ഇൻഫർമേഷൻ, ജനിതക വിവരങ്ങൾ ഒഴുക്ക് എന്ന് പറയുന്നത് DNA മുതൽ RNA മുതൽ പ്രോട്ടീൻ. ഇതാണ് ഫ്രാൻസിസ് ക്രിക്ക് പ്രൊപ്പോസ് ചെയ്ത സെൻട്രൽ ഡോഗ്മ. ഇനി സെൻട്രൽ ഡോഗ്മ റിവേഴ്സ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. ഇതാണ് ചില വൈറസുകളിൽ നടക്കുന്ന പ്രോസസ്സ്, സെൻട്രൽ ഡോഗ്മ റിവേഴ്സ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ കൊറോണ വൈറസും സെയിം പ്രോസസ്സാണ് ഫോളോ ചെയ്യാറുള്ളത്. എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ച പോലെ DNA ടു RNA അല്ല, പകരം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനാണ് സംഭവിക്കാറുള്ളത്. അതായത് RNA ടു DNA, പിന്നെ DNA ടു RNA, പിന്നെ പ്രോട്ടീൻ. അപ്പോൾ RNA എന്താ ചെയ്യുക വെച്ചാൽ അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കും. ആ DNA മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിൻ്റെ കുറേശ്ശെ ആ DNA മാറ്റി ഹോൾ വൈറൽ DNA ആക്കുകയാണ്. RNA ടു DNA ടു RNA ടു പ്രോട്ടീൻ. അതാണ് സെൻട്രൽ ഡോഗ്മ റിവേഴ്സ്. RNA to DNA, central dogma reverse. In some viruses, genetic information flows from RNA to DNA. ഇതാണ് ചില വൈറസുകൾ നടക്കുന്ന പ്രോസസ്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റെട്രോ വൈറസസ്. ഇപ്പോൾ റെട്രോ വൈറസസിൽ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് RNA ആണ്, DNA അല്ല. റിയോ വൈറസസിലാണ്, ദറ്റ് ഈസ് RHEO. റിയോ വൈറസിൽ ജനറ്റിക് മെറ്റീരിയൽ DNA ആണ്. ഇപ്പോൾ ഈ RNA എന്ന ജനറ്റിക് മെറ്റീരിയൽ ഉള്ള വൈറസുകൾ, ഫോർ എക്സാമ്പിൾ HIV, ഇതിലാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് ഇത്രയും മതി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.